കണ്ടതും കേട്ടതും. പ്രേക്ഷകർക്ക് അറിയും പോലെ ഇന്നത്തെ ആലത്തൂരിന്റെ പൈതൃകം ഉള്ളത് പഴയ ഒറ്റപ്പാലം മണ്ഡലത്തിലാണ്. പിന്നീട് രാഷ്ട്രപതിയായ KR നാരായണനെ പാർലമെന്റിൽ എത്തിച്ച മണ്ഡലമാണിത്. അവിടെ ഒരു തെരഞ്ഞെടുപ്പ് വിസ്മയം സംഭവിച്ചത് 30 കൊല്ലം മുമ്പാണ്. എസ് ശിവരാമൻ എന്ന അന്നത്തെ താരത്തിലേക്കാണ് നമ്മളൊരു യാത്ര പോകുന്നത്. അദ്ദേഹത്തെ അന്വേഷിച്ചാണ്. ഇടക്കാലത്ത് CPM-ൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിൽ പോയിരുന്ന എസ് ശിവരാമൻ അതിനുശേഷം പഴയ പാർട്ടിയിലേക്ക് മടങ്ങിയെത്തി ലോക്കൽ കമ്മിറ്റി അംഗമായി ഇപ്പോൾ അദ്ദേഹം തുടരുകയാണ്. ശിവരാമൻ, അതെ, 1993 ഒരു ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും വലിയ ഭൂരിപക്ഷം നേടി കേരളക്കരയെ ഞെട്ടിക്കുകയും ചെയ്ത ഒരു സ്ഥാനാർത്ഥിയായിരുന്നു ഇദ്ദേഹം. ഇന്നിപ്പോൾ പാലക്കാട് മണ്ഡലത്തിൽ തന്നെ വിജയരാഘവന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണ് അദ്ദേഹം. എസ് ശിവരാമന്റെ വിശേഷങ്ങൾ കാണാമിനി. പിന്നീട് രാഷ്ട്രപതിയായ KR നാരായണൻ AK ബാലനെ തോൽപ്പിച്ച് ഒറ്റപ്പാലത്ത് ജയിക്കുന്നത് 1984-ലാണ്. ശേഷം 3 തെരഞ്ഞെടുപ്പുകളിലും KR നാരായണൻ തന്നെയാണ് ജയിച്ചു കയറിയത്. KR നാരായണൻ ഉപരാഷ്ട്രപതിയായതോടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് എസ് ശിവരാമൻ എന്ന വിസ്മയം സംഭവിച്ചത്. അത് വർഷം 1993. രാജ്യം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പിൽ യുവ നേതാവിനെ മത്സരിപ്പിക്കാൻ CPIM തീരുമാനിച്ചു. അങ്ങനെ ഒറ്റപ്പാലം NSS കോളേജിലെ MCOM വിദ്യാർത്ഥിയായ എസ് ശിവരാമനിലേക്ക് സ്ഥാനാർത്ഥിത്വമെത്തി. പിന്നെ കണ്ടത് ചരിത്രം. 3 തവണ തുടർച്ചയായി കോൺഗ്രസ് ജയിച്ച മണ്ഡലത്തിൽ മുതിർന്ന നേതാവ് KK ബാലകൃഷ്ണൻ തോറ്റു. അതും 1,32,682 എന്ന ചരിത്ര ഭൂരിപക്ഷത്തിന്. ലെനിൻ്റെ അതിന് മുമ്പ് 2 തവണ മത്സരിച്ചു. അദ്ദേഹം 2 തവണ തോറ്റു. അപ്പോൾ ആ തവണ ലോക്കൽ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ വേണ്ടി പാർട്ടി ലീഡർഷിപ്പിനോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ പാലക്കാട് പാർട്ടി, അന്നത്തെ സ്റ്റേറ്റ് പാർട്ടി നമ്മളോട് മത്സരിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് അവിചാരിതമായിട്ട് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ മത്സരിക്കാനുള്ളൊരു അവസരം കിട്ടിയത്. 26-ാമത്തെ വയസ്സിൽ PG പഠിക്കുന്നത്. എതിർ സ്ഥാനാർത്ഥി ആരായിരുന്നു? അന്നത്തെ ഒരു മത്സരം എത്രത്തോളം? KK ബാലകൃഷ്ണൻ പറഞ്ഞ അധികായനായ പഴയ മന്ത്രിയായിരുന്നു. കോൺഗ്രസിൻ്റെ കരുണാകരൻ്റെ വിശ്വസ്തനും കോൺഗ്രസിൻ്റെ I ഗ്രൂപ്പിൻ്റെ ശക്തനായ നേതാവ്. കേരള രാഷ്ട്രീയത്തിലെ അക്കാലത്തെ മിന്നും താരമായെങ്കിലും അടുത്ത പൊതുതെരഞ്ഞെടുപ്പിൽ എസ് അജയ്കുമാറിനെയാണ് CPIM മത്സരിപ്പിച്ചത്. പിന്നീട് CPIM-മായി ഇടഞ്ഞ് കോൺഗ്രസിലെത്തിയ ശിവരാമൻ ഏറെ വൈകാതെ മടങ്ങിയെത്തുകയും ചെയ്തു. എൻ്റെ തറവാടും എൻ്റെ സുഹൃത്തുക്കളും മുഴുവൻ ഇവിടെയായിരുന്നു. അപ്പോഴത്തെ ഒരു ഇതിൽ പോയി എന്നല്ലാതെ പിന്നെ നമുക്കൊരു മനസ്സിനൊരു സ്വസ്ഥത കിട്ടാൻ എൻ്റെ പ്രസ്ഥാനത്തിലേക്ക് വന്നപ്പോഴാണ് നമുക്കൊരു മാനസികമായിട്ടുള്ളൊരു സ്വസ്ഥത കളിക്കും. സാമ്പത്തികമുള്ള ആളുകൾക്ക് മാത്രം വിലസാൻ കഴിയുന്ന ഒരു സ്ഥാപനമാണ് എന്ന് തിരിച്ചറിഞ്ഞു. പിന്നെ അവർ നയപരമായിട്ട് നമുക്ക് യോജിക്കാൻ കഴിയില്ല, അതാണ് പ്രധാനം. പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗമായ ശിവരാമൻ തിരക്കിട്ട പ്രചാരണത്തിലാണിപ്പോൾ. ഇത്തവണ മണ്ഡലം പിടിച്ചെടുക്കാൻ LDF-നാകുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് ശിവരാമനും പ്രവർത്തകരും. നിഖിൽ പ്രമേഷ്, 24, പാലക്കാട്. ശിവകുമാർ, JK മാത്യു എന്നോടൊരു ചോദ്യം ചോദിക്കുന്നു. C രാധാകൃഷ്ണന്റെ നോവൽ ഒറ്റയടിപ്പാത വായിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒറ്റയടിപ്പാതയുമായിട്ട് എനിക്കൊരു ബന്ധമുണ്ട്. ഈ ഒറ്റയടിപ്പാത എന്ന C രാധാകൃഷ്ണന്റെ പ്രശസ്തമായ നോവൽ ഒരു റേഡിയോ നാടകമാക്കി ഞാൻ ഈ കേരളത്തിലെ റേഡിയോ നിലയങ്ങളിൽ കാണിച്ചിട്ടുണ്ട്, കേൾപ്പിച്ചിട്ടുണ്ട്. ഉണ്ട്. അപ്പോൾ എന്താണ് താങ്കൾ ഈ ഒറ്റയടിപ്പാതകൾ വായിച്ചിട്ടുണ്ടോ എന്ന് എന്നോട് ചോദിക്കാൻ കാര്യം എനിക്കറിയില്ല. ഒരുപാട് തവണ ഞാൻ ആ നോവൽ വായിച്ചിട്ടുണ്ട്. കാര്യം അതിനൊരു റേഡിയോ രൂപാന്തരം ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ എന്താ കാര്യം എന്ന് അറിയിച്ചാൽ നമുക്ക് മറ്റു ചില നോവലുകളും റേഡിയോ അതുമല്ല നമ്മുടെ ഒരു കയ്യിലൂടെ സ്വന്തമാവനികളെ നന്ദി, മുൻപേ പറക്കുന്ന പക്ഷികൾ, അതൊക്കെ വന്നു. സ്വന്തമാവനികളെ നന്ദി, പിന്നെ മുൻപേ പറക്കുന്ന പക്ഷികൾ, അങ്ങനെ കുറേ അധികം നോവൽ അദ്ദേഹത്തിൻ്റെ റേഡിയോ രൂപാന്തരമായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ തിരുവനന്തപുരം ആകാശവാണി നിലയത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ M രാജികുമാർ എന്നൊരു കഥാകാരൻ, അദ്ദേഹമായിരുന്നു പലപ്പോഴും ഇതിന് ഒറ്റയടിപ്പാതകൾ ഞാൻ തന്നെയാണ് ചെയ്തത്. പക്ഷേ ഈ സ്വന്തമാവനികളെ നന്ദിയൊക്കെ അദ്ദേഹത്തിൻ്റെ റേഡിയോ രൂപാന്തരമായിരുന്നു. ഓക്കെ, എന്തായാലും ഇത് ഓർമ്മിപ്പിച്ച് നന്നായി. C രാധാകൃഷ്ണനായിട്ട് കൊണ്ട് നല്ലൊരു ബന്ധം ഇപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിക്കുന്നു.